ആദ്യത്തെ വിഷുവിൻ്റെ അന്നുള്ള വീഡിയോ ആണ് ഇത്. ഇന്ന് ഇങ്ങോട്ടേക്കാണ് എല്ലാവരും വരുന്നത്. കുക്കിംഗ് എല്ലാം അമ്മയായതുകൊണ്ട് ക്ലീനിങ് മൊത്തം എനിക്കാണേ. അപ്പോൾ ക്ലീനിങ് ഒക്കെ ചെയ്ത് രാവിലെ തന്നെ എനിക്ക് കൈനീട്ടൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. എത്രയാന്ന് നിങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ടേ. അപ്പോഴത്തേക്ക് ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അമ്മ ഇത് അവിടുന്ന് ജ്യൂസ് കുടിക്കുന്ന അപ്പോഴേക്ക് ഏച്ചു നിതീഷേട്ടനൊക്കെ വന്ന് ഇവിടെ ഒരാളെല്ലാവരും ഒരുമിച്ച് കണ്ട എൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് പടകമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിച്ച് ഈ സാധനത്തിൻ്റെ പേരെന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നു കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യൽ ബിരിയാണിയാണ്. ബിരിയാണി നമ്മൾ സാബുവിൻ്റെ ബർത്ത്ഡേക്ക് ഓർഡർ ചെയ്ത് വാങ്ങിയ ബിരിയാണി ഇല്ല, അതിന് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ബിരിയാണി എടുക്കാൻ വേണ്ടിയിട്ട് പാത്രമൊക്കെ സെറ്റാക്കി പോവാണ്. അപ്പോൾ ബിരിയാണി വരുമ്പോഴത്തേക്ക് അത് കഴിക്കാനുള്ള ഇല വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ കുട്ടിപ്പട്ടാളങ്ങളും കൂടി കണ്ടത്തിലേക്ക് ഇറങ്ങിയാൽ നമ്മൾ ആകെ മൊത്തം ടോട്ടലായിട്ട് ഒരു 15 ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ 15 ആളെന്ന് പറയുമ്പോൾ നമ്മൾ 15 മാത്രം ഇല എടുക്കരുതല്ലോ, നമ്മളൊരു 17 ഇലയെങ്കിലും എടുക്കണം. ഇല എടുത്ത് വരുമ്പോഴത്തേക്ക് ഇതവിടെ ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവരും ഇരുന്ന് രക്ഷയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിലും കടിയങ്ങാട് A1 പോയി ഓർഡർ ചെയ്തോളൂ കേട്ടോ. സാബിയുടെ ബർത്ത്ഡേക്ക് നമുക്ക് ബിരിയാണി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പിന്നും ഇവിടത്തേക്ക് തന്നെ ഓർഡർ കൊടുത്തത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂടല്ലേ, നമ്മൾ പുഴയിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. പുഴയിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മളെ കല്ലൂർക്കാവിലേക്കുള്ള കുടവരവ് വരുന്നത്. വൈകുന്നേരം ഞാനും എൻ്റെ 2 അമ്മമാരും അച്ഛനും നിതീഷേട്ടനും സാവിയും കൂടി കല്ലൂർക്കാവിലേക്ക് പോകുന്നതാണേ. അപ്പോൾ രാത്രി ഒരു 7:30-8 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടേ. പിന്നെ കുറച്ച് പടകങ്ങളൊക്കെ പൊട്ടിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇനി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ.